എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മധുരമുള്ള ഒരു ഐറ്റമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനൊരു സേമിയ പായസം ആട്ടോ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അത് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി വറുക്കാം. തൊട്ടോ അപ്പം ഇനി നമുക്കത് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഒരു ബൗളിലേക്ക് മാറ്റാം. ആ വറുത്ത നെയ്യ് തന്നെ നമുക്ക് നമ്മുടെ സേമിയ വറുത്ത് പോരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സേമിയ പായസമാണ്. എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് കഴിക്കാം. ചൂടാറേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചുമക്കെ വറുത്തെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറമായി. അപ്പോൾ നമുക്കിനി പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ മധുരത്തിന്. അത് ഞാൻ അല്പം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാരയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം മിൽക്ക് മെയ്ഡ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും. അപ്പം നമ്മുടെ സേമിയ വെന്തോട്ടോ, സേമിയ പാകമായി. അപ്പോൾ അതേ നമുക്ക് ബാക്കി വന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. വേറെ ഒരു സാധനം ഇതിനകത്ത് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടോ. എസൻസ് അല്പം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം. ഞാൻ ഏലക്കപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ വാനില എസൻസ് ആണ്. അല്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് നമ്മുടെ കശുവണ്ടി മുന്തിരി ഇട്ട് കൊടുത്ത് നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡിയായി. എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ ഞാനൊരു വിശേഷം പറയാനുള്ളത്. എന്നെ ഒരു ഈച്ച കടിച്ച് എൻ്റെ കൈയെല്ലാം ഇതെവിടെ വീർത്തിരിക്കുക കേട്ടോ. ഇന്ന് ചെടിത്തോട്ടത്തിലൊരു പണിയുണ്ടായിരുന്നു. അപ്പോൾ ഈച്ച വന്ന് കടിച്ചതാണ്. ഒരു ഈച്ച നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ചൂടാറുന്ന. അപ്പോൾ എല്ലാവരും ആയോ, നമുക്കിത് കഴിക്കാം. എൻ്റെ സേമിയ പായസം ഇവിടെ റെഡിയായി. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.